നമസ്കാരം. നിങ്ങൾ സാമ്പത്തിക ലോകത്തെ അടുത്ത വമ്പൻ നീക്കം തേടുകയാണോ? എങ്കിൽ ഇതാ ഇന്ത്യൻ ഇ-കൊമേഴ്സ് വിപണിയിൽ വിപ്ലവം സൃഷ്ടിച്ച മീഷോയുടെ പ്രാരംഭ ഓഹരി വിൽപ്പന IPO. ചെറുകിട നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും സാധാരണക്കാരന്റെ കൈകളിലേക്ക് ഡിജിറ്റൽ വാണിജ്യത്തെ എത്തിച്ച ഈ പ്ലാറ്റ്ഫോം ഇന്ന് ബഹുരാഷ്ട്ര ഇ-കൊമേഴ്സ് ഭീമന്മാർക്ക് ശക്തമായ ബദലായി വളർന്നുകഴിഞ്ഞു. തങ്ങളുടെ വികസനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് മീഷോ കടക്കുമ്പോൾ ഇന്ത്യൻ നിക്ഷേപക ലോകം ആകാംക്ഷയിലാണ്. ഡിസംബർ 3, 2025 ബുധനാഴ്ച IPO ആരംഭിക്കാനിരിക്കെ ഗ്രേ മാർക്കറ്റിലെ ശക്തമായ പ്രീമിയം സൂചിപ്പിക്കുന്നത് ഇതൊരു മികച്ച ലിസ്റ്റിംഗ് നേട്ടത്തിനുള്ള വഴിയൊരുക്കിയേക്കാം എന്നാണ്. മീഷോയുടെ പേര് സൂചിപ്പിക്കുന്നതുപോലെ മേരി ഷോപ്പ് അഥവാ എന്റെ കട എന്ന ആശയത്തിൽ നിന്നാണ് ഇതിന്റെ തുടക്കം. 2015 വിദിത് ആത്രേയും സഞ്ജീവ് ബർണവാളും ചേർന്നാണ് ഈ സംരംഭത്തിന് തുടക്കമിട്ടത്. വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ള സാധാരണക്കാർക്ക് സ്വന്തം സോഷ്യൽ മീഡിയ ശൃംഖലകൾ വഴി ഉൽപ്പന്നങ്ങൾ വിറ്റ് പണം സമ്പാദിക്കാൻ അവസരം നൽകിയ റീസെല്ലർ മോഡലായിരുന്നു തുടക്കത്തിലെ മീഷോയുടെ വിജയം. ഇന്ന് ഇടനിലക്കാരെ ഒഴിവാക്കി ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന ഡയറക്റ്റ് ടു കസ്റ്റമർ മോഡലിലേക്കും മീഷോ മാറിക്കഴിഞ്ഞു. കുറഞ്ഞ വിലയും ടിയർ 2, ടിയർ 3 നഗരങ്ങളിലെ ശക്തമായ സ്വാധീനവുമാണ് മീഷോയുടെ പ്രധാന ശക്തി. നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്നവർ ഈ പ്രധാന വിവരങ്ങൾ കുറിച്ചെടുക്കുക. മീഷോയുടെ പ്രാരംഭ ഓഹരി വിൽപ്പന അഥവാ IPO ആരംഭിക്കുന്നത് 2025 ഡിസംബർ 3 ബുധനാഴ്ചയാണ്. വിൽപ്പന സമാപിക്കുന്നത് ഡിസംബർ 5 വെള്ളിയാഴ്ചയും. ഓഹരി ഒന്നിനുള്ള പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് 105 രൂപ മുതൽ 111 രൂപ വരെയാണ്. റീറ്റെയിൽ നിക്ഷേപകർക്ക് ഏറ്റവും കുറഞ്ഞത് 135 ഓഹരികൾ അടങ്ങിയ ലോട്ട് സൈസ് വാങ്ങാം. ഇതിനായി വേണ്ട കുറഞ്ഞ നിക്ഷേപത്തുക 14,985 രൂപയാണ്. ഈ ഓഹരികൾ വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന തീയതി ഡിസംബർ 10 ബുധനാഴ്ചയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, IPO ലിസ്റ്റിംഗിന് മുൻപുള്ള അനൗദ്യോഗിക വിപണിയായ ഗ്രേ മാർക്കറ്റ് പ്രീമിയം കുതിച്ചുയരുകയാണ്. ഓഹരികൾ ഗ്രേ മാർക്കറ്റിൽ ഏകദേശം 38% പ്രീമിയത്തോടെയാണ് വ്യാപാരം നടത്തുന്നത്. ഇതൊരു വലിയ കാര്യമാണ്. 38% പ്രീമിയം എന്നത് ലിസ്റ്റിംഗ് ദിനം തന്നെ വലിയ ലാഭം നേടാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ലീഡ് മാനേജർമാരുടെ നിരയിലും വൻപന്മാരുണ്ട്. കോട്ടക്, JP മോർഗൻ, മോർഗൻ സ്റ്റാൻലി, സിറ്റി ഗ്രൂപ്പ് തുടങ്ങിയ ആഗോള ധനകാര്യ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം ഇഷ്യൂവിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു. ഒരു ടെക്നോളജി സ്റ്റാർട്ടപ്പ് എന്ന നിലയിൽ മീഷോയുടെ സാമ്പത്തിക പ്രകടനം വ്യക്തമാക്കുന്നത് കമ്പനി നിലവിൽ ലാഭക്ഷമതയേക്കാൾ കൂടുതൽ പ്രാധാന്യം വളർച്ചയ്ക്ക് നൽകുന്നു എന്നാണ്. വരുമാനത്തിന്റെ കാര്യത്തിൽ മീഷോ ഒരു മിന്നുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. 2023 സാമ്പത്തിക വർഷം 5,730 കോടി രൂപയായിരുന്ന വരുമാനം 2024 സാമ്പത്തിക വർഷം 9,390 കോടി രൂപയായി കുതിച്ചുയർന്നു. ഒരു വർഷത്തിനുള്ളിൽ ഏകദേശം 64% വർധനവ്. ഇത് മീഷോ അതിവേഗം ഇന്ത്യൻ വിപണി വിഹിതം പിടിച്ചെടുക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. എന്നാൽ ഇവിടെയാണ് നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ടത്. കമ്പനി വളർച്ചാ തന്ത്രങ്ങളുടെ ഭാഗമായി മാർക്കറ്റിംഗ്, സാങ്കേതികവിദ്യ, ലോജിസ്റ്റിക്സ് എന്നിവയിൽ വലിയ നിക്ഷേപം നടത്തുന്നതിനാൽ നിലവിൽ നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദം നഷ്ടത്തിലാണ്. എങ്കിലും ഒരു ശുഭസൂചനയുണ്ട്. 2024-2025 സാമ്പത്തിക വർഷങ്ങളിൽ മീഷോയ്ക്ക് പോസിറ്റീവ് ക്യാഷ് ഫ്ലോ രേഖപ്പെടുത്താൻ സാധിച്ചു. ഇതിന്റെ അർത്ഥം പ്രവർത്തനപരമായ ചിലവുകൾ നിയന്ത്രിക്കുന്നതിൽ കമ്പനി കാര്യക്ഷമത കൈവരിക്കുന്നു എന്നാണ്. മീഷോയുടെ വിജയത്തിന് പ്രധാന കാരണം അതിന്റെ ഉപഭോക്താ വടിധാരയുടെ വിപുലീകരണമാണ്. ഉപഭോക്താക്കളുടെ എണ്ണം 175 മില്യണിൽ നിന്ന് 234 മില്യണായി വർദ്ധിച്ചു. യൂസറുടെ എണ്ണം വർദ്ധിച്ചതോടെ പ്ലാറ്റ്ഫോമിലെ മൊത്തം വ്യാപാര വോളിയവും ക്രമാതീതമായി ഉയർന്നു. ഈ ഉപഭോക്താ വളർച്ചയാണ് മീഷോയുടെ ഭാവി വളർച്ചയ്ക്ക് ശക്തമായ അടിത്തറയിടുന്നത്. ഇന്ത്യൻ ഇ-കൊമേഴ്സ് മേഖല അതിവേഗ വളർച്ചയുടെ പാതയിലാണ്. 2030 ആകുമ്പോഴേക്കും ഇന്ത്യൻ ഇ-കൊമേഴ്സ് മേഖല നിലവിലെ 83 ലക്ഷം കോടി രൂപയിൽ നിന്ന് 135 ലക്ഷം കോടി രൂപയായി വളരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വളർച്ചയുടെ പ്രധാന പങ്ക് ടിയർ 2, ടിയർ 3 നഗരങ്ങളിൽ നിന്നാണ്. കുറഞ്ഞ വിലയും ഈ ചെറിയ നഗരങ്ങളിലെ ഉപഭോക്താക്കളെ ആകർഷിക്കാനുള്ള കഴിവും മീഷോയ്ക്ക് വിപണിയിൽ ഒരു തന്ത്രസ്ഥാനം നൽകുന്നു. ഈ വളർച്ചയുടെ പ്രധാന ഗുണഭോക്താക്കളിൽ ഒരാളായി മീഷോ മാറിയേക്കാം.
ഇനി ഏറ്റവും നിർണായകമായ ഭാഗത്തേക്ക് വരാം. മീഷോ IPOയിൽ പണം മുടക്കുന്നതിനു മുൻപ് നിക്ഷേപകർ നിർബന്ധമായും ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഇതാ. ഒന്നാമതായി, റിസ്ക് പ്രൊഫൈൽ. മീഷോ ഒരു വളരുന്ന ഗ്രോത്ത് കമ്പനിയാണ്. അതായത് കമ്പനി ഇപ്പോഴും ലാഭക്ഷമതയിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. അതുകൊണ്ട് ഈ നിക്ഷേപം ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെടുന്നു. അതുകൊണ്ട് ഉയർന്ന റിസ്ക് എടുക്കാൻ തയ്യാറുള്ള നിക്ഷേപകർക്ക് മാത്രം മധ്യമ കാലയളവിലേക്കോ അല്ലെങ്കിൽ ദീർഘകാലത്തേക്കോ ഓഹരിയിൽ നിക്ഷേപിക്കാൻ വിദഗ്ധർ ശുപാർശ ചെയ്യുന്നു. ദൂരവ്യാപകമായ വളർച്ചാ സാധ്യതകൾ കാണുന്നവർ പോലും കമ്പനി ലാഭത്തിൽ മാറാൻ എടുക്കുന്ന സമയം കൂടി പരിഗണിക്കേണ്ടതുണ്ട്. രണ്ടാമതായി, വിലയിരുത്തൽ വാല്യുവേഷൻ. ടെക്നോളജി കമ്പനികളെ വിലയിരുത്തുന്ന പ്രൈസ് ടു സെയിൽസ് അനുപാതം മറ്റു കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ന്യായമായ നിലയിലാണെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ടുതന്നെ നിലവിലെ ലാഭത്തേക്കാൾ കമ്പനിയുടെ ഭാവി വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകിയാണ് ഈ നിക്ഷേപം നടത്തേണ്ടത്. അവസാനമായി, മത്സരം. ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ആഗോള ഇ-കോമേഴ്സ് ഭീമന്മാർ ഇന്ത്യൻ വിപണിയിൽ ശക്തമായ സാന്നിധ്യമാണ്. മീഷോ തങ്ങളുടെ കുറഞ്ഞ വില, യൂസർ കേന്ദ്രീകൃത മോഡലുകൾ ഉപയോഗിച്ച് ഈ മത്സരത്തെ എങ്ങനെ നേരിടുന്നു എന്നത് കമ്പനിയുടെ ഭാവിക്ക് നിർണായകമാകും. ഈ എല്ലാ ഘടകങ്ങളും വിലയിരുത്തിയതിനു ശേഷം മാത്രം യുക്തിപരമായ നിക്ഷേപ തീരുമാനമെടുക്കുക. മീഷോ IPO ഒരു മികച്ച ലിസ്റ്റിംഗ് നേട്ടം നൽകാൻ സാധ്യതയുണ്ടെങ്കിലും അടിസ്ഥാനപരമായ സാമ്പത്തിക സ്ഥിതിയും മത്സര സാധ്യതകളും വിലയിരുത്തി നിങ്ങളുടെ റിസ്ക് എടുക്കാനുള്ള ശേഷി വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം യുക്തിപരമായ നിക്ഷേപ തീരുമാനം എടുക്കുക.